ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നാറുണ്ടോ? നിങ്ങളൊരു സ്കൂളിലോ ഓഫീസിലോ അല്ലെങ്കിൽ ജോലിക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ ഇറങ്ങുന്നു, ഈവൻ ഒരു പിക്നിക്കിന് റിലാക്സ്ഡ് ആയിട്ട് പോകാൻ ഇറങ്ങിയാൽ പോലും പിന്നെയും തിരിച്ച് കയറി വന്നിട്ട് ഒരു വട്ടം കൂടി ഞാനൊന്ന് ടോയ്ലറ്റിൽ പോട്ടെ എന്നിട്ട് പോകാമെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ചിലപ്പോൾ നിരന്തരമായ വയറുവേദനകൾ, അല്ലെങ്കിൽ ലൂസ് മോഷനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ മലബന്ധം കോൺസ്റ്റിപ്പേഷനായിട്ട് പോകുന്നു, നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടിൽ, എന്തൊക്കെയോ വയറിന് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നിങ്ങൾക്ക് എൻഡോസ്കോപ്പി വരെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടും ഡോക്ടർ പറയാണ് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ തിരിച്ചു വരുമ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ശങ്കയാണ്, അതായത് എന്താണ് എൻ്റെ വയറിനെ അലട്ടുന്ന ഈ ഒരു പ്രശ്നം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നൊരു അസുഖം വരാനാണ് സാധ്യത. ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആണ്. സോ വെൽക്കം ബാക്ക് ടു ഡോക്ടർ മാളവികാസ് മുക്തിദ ആയുർവേദ. എന്താണ് IBS എന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഒരു ബോളസ് രൂപത്തിൽ കഴിക്കുന്നു, മൗത്തിൽ ഡൈജഷൻ നടക്കുന്നു, അതിനുശേഷം അന്നനാളത്തിൽ കൂടെ ആമാശയത്തിൽ അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ എത്തുന്നു. അവിടെ ഒരു ഡൈജഷൻ പ്രോസസ്സ് ഉണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടൽ, അതിനുശേഷം ലാർജ് ഇൻറ്റസ്റ്റൈൻ അതായത് വൻകുടലിൽ എത്തുന്നു. അവിടെയാണ് ഈ വെള്ളത്തിൻ്റെ അബ്സോർപ്ഷൻ, കൂടുതൽ മിനറൽസിൻ്റെ ഈ വൈറ്റമിൻസിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പം ഈ ബോൾസ് നമ്മളുടെ ഈ ഒരു വൻകുടൽ വരെ എത്തുന്നത് ഒരു ലീനിയർ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് വഴിയാണ്. അതായത് ഒരേ ദിശയിലേക്ക് തന്നെ ഈ ഫുഡ് ബോൾസ് മൂവ് ചെയ്ത് ലാർജ് ഇൻറ്റസ്റ്റൈൻ വരെ എത്തുകയാണ് അല്ലേ. ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ മലമായിട്ട് വിസർജിക്കുന്നത്. IBS പേഷ്യൻസിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വൻകുടൽ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഇത്തരം മൂവ്മെന്റ്സിന് ഒരു വ്യതിയാനം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രവർത്തനം തന്നെ തകരാറിലാവുന്നതാണ് സംഭവിക്കുന്നത്. ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ് കുറയുന്നതും കൂടുന്നതിനും അനുസരിച്ചാണ് നമുക്ക് ഡയേറിയ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, ലൂസ് മോഷൻ ആയിട്ട് പോവുക, ചിലർക്ക് മലബന്ധം ഉണ്ടായി കാണുന്നത്. ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ് കുറയുന്നത് കൊണ്ട് തന്നെ ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ അധികം നേരം ഈ ബോളസ് കിടക്കും. അപ്പോൾ എന്ത് പറ്റും, ഇതിനകത്തുള്ള ജലാംശമെല്ലാം വലിച്ചെടുക്കുകയും അത് ഭയങ്കര കട്ടിയുള്ള സ്റ്റൂൾസ് ആയിട്ടായിരിക്കും നമ്മൾ വിസർജിക്കുന്നത്. പക്ഷെ അതേസമയം ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ് കൂടുകയാണ്, അധികമായി കഴിഞ്ഞാൽ ഇതൊരു ലൂസ് മോഷനായിട്ട്, അതായത് വെള്ളം അധികം വലിച്ചെടുക്കാനുള്ളത് പോലും കിട്ടില്ല. അപ്പോൾ ഭയങ്കര ലൂസ് സ്റ്റൂൾസ് ആയിട്ട്, ലൂസ് മോഷനായിട്ട്, ഡയറി ആയിട്ടായിരിക്കും ചിലർക്ക് കാണുന്നത്. ഈ IBS എന്ന് പറയുന്നത് നമ്മുടെ വൻകുടലിൽ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാവുന്ന ഒരു ഫങ്ഷണൽ ഡിസോർഡർ ആണ്. അല്ലാതെ അതിൻ്റെ ടിഷ്യൂസിനോ കോശങ്ങൾക്കൊന്നും നാശം സംഭവിക്കുകയോ അല്ലെങ്കിൽ സ്ട്രക്ചറലി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെയാണ് ലാബ് ഇൻവെസ്റ്റിഗേഷൻസിൽ നമുക്ക് ഫൈൻഡിങ്സ് ഒന്നും കാണാൻ പറ്റാത്തത്. IBS പേഷ്യൻസിന് സാധാരണയായി കണ്ടുവരുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഓരോ ഇൻഡിവിജ്വൽസും ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തർക്കും ഓരോ പ്രകൃതിയാണ്. അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും ബവൽ ഹാബിറ്റ്സും. ചിലർ രാവിലെ മോഷൻ പാസ് ചെയ്യുന്നവരാവും, ചിലർ വൈകുന്നേരം പാസ് ചെയ്യുന്നവരാവും അല്ലേ. അതുപോലെ തന്നെ എല്ലാവരുടെയും സിംറ്റംസും ഡിഫറെൻ്റ് ആയിരിക്കാം. പ്രധാനമായി കണ്ടുവരുന്ന ഒരു സിംറ്റമാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം. അതായത് നമുക്കൊരു വയർ ഉറച്ചു പോകുന്ന പോലെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ആണ്, ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ പാസ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, കട്ടിയായിട്ടാണ് സ്റ്റൂൾസ് പോകുന്നത്. അതുപോലെ തന്നെ മോഷൻ പാസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇൻകംപ്ലീറ്റ് ഫീലാണ്, എന്തോ പോയിട്ടില്ല, ഇനിയും പോകാനുണ്ട് എന്നുള്ളൊരു ഫീല് തോന്നും. രണ്ടാമതായിട്ട് ബ്ലോട്ടിങ്, അതായത് വയറ് വീർത്ത് വരുന്ന പോലെ, അല്ലെങ്കിൽ ഗ്യാസ് കയറുക, അല്ലെങ്കിൽ വയറ് ഉരുണ്ട് കയറ്റം, അങ്ങനെയുള്ളൊരു ഫീലൊക്കെ ഉണ്ടാവും. മൂന്നാമതായിട്ട് നമുക്കൊരു അബ്ഡോമിനൽ പെയിൻ അല്ലെങ്കിൽ ക്രാംസ്, ഭയങ്കരമായിട്ട് നിരന്തരമായിട്ട് ഒരു വേദന ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിരിക്കാം ചിലപ്പോൾ ഈ മോഷൻ പാസ് ചെയ്യുന്നതിന് മുന്നെയോ അതിന് ശേഷമോ സംഭവിക്കുന്നത്. നാലാമതായിട്ട് മോഷൻ പാസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു സ്റ്റൂളിനകത്ത് തന്നെ ഒരു കഫം പോലെയുള്ളൊരു ഇത് കാണുക, അല്ലെങ്കിൽ ഒരു കോട്ടിങ്, വൈറ്റ് ഡിസ്ചാർജ്, അങ്ങനെയൊക്കെ നമുക്ക് ആ മോഷനകത്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഫുഡ് കഴിച്ച ഉടനെ ബാത്റൂമിൽ പോകാനുള്ളൊരു തോന്നൽ, അങ്ങനെയൊക്കെയും കാണും. ഇത് സിവിയർ ആയിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ സിംറ്റംസ് ഭയങ്കരമായിട്ട് IBS നമ്മൾ ശ്രദ്ധിക്കാതെ സിവിയർ ആവുന്ന കണ്ടീഷനിലാണ് ബ്ലീഡിങ് പെർ റെക്റ്റം, അതായത് ഈ ചോര നമ്മളുടെ സ്റ്റൂൾസിൻ്റെ കൂടെ തന്നെ നമുക്ക് ചോര ബ്ലീഡിങ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ആവും. നമ്മൾ ഈ പറയാറുണ്ട് ഗ്രഹണി പിടിച്ചു എന്നൊക്കെ അല്ലേ, പണ്ട് കൊളോക്കിയലി പറയുന്നൊരു കാര്യമാണ്. പക്ഷെ അത് നമുക്ക് റിയലി കാണാൻ പറ്റും. അതായത് 20 തൊട്ട് 25 തവണ വരെ ബാത്റൂമിൽ പോയി ക്ഷീണിച്ച് മെലിഞ്ഞു പോയവരെ വരെ നമുക്ക് കാണാൻ സാധിക്കും. അയൺ ഡെഫിഷ്യൻസി, അനീമിയ, അതുപോലെ തന്നെ നമുക്ക് ഫുഡ് ഇറക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, സ്വാളോയിങ്ങിനൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവുക, അതുപോലെ തന്നെ നമുക്ക് അൺഎക്സ്പ്ലെയിനബിൾ വോമിറ്റിംഗ്, അതായത് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുക, നമുക്ക് എന്തിനാണ് നമ്മളിങ്ങനെ ഛർദ്ദിക്കുന്നതെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ ചിലർ ഛർദ്ദിക്കും. അതൊക്കെ ഒരു സിവിയർ കേസസിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IBS?
അതായത് നമുക്ക് ഈ IBS തന്നെ 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് IBS കോൺസ്റ്റിപ്പേഷൻ പ്രിഡോമിനൻ്റ് ആയിട്ട് വരുന്നത്, അതായത് മലബന്ധമാണ് പ്രിഡോമിനൻ്റ്. ആ വ്യക്തിക്ക് സിംറ്റംസ് കാണിക്കുമ്പോൾ കൂടുതൽ ഈ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. രണ്ടാമത് IBS ഡയേറിയ പ്രിഡോമിനൻ്റ് ആയിരിക്കും, അതായത് ആ വ്യക്തിക്ക് ചിലപ്പം ലൂസ് സ്റ്റൂൾസ് ആയിരിക്കും, ലൂസ് മോഷൻ ആയിട്ടായിരിക്കും ഈ സിംറ്റംസ് കാണിക്കുന്നത്. മൂന്നാമത് IBS ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്റ്റൂൾ പാറ്റേൺസ് കാണിക്കും, അതായത് ചിലർക്ക് ഡയറിയയും കോൺസ്റ്റിപ്പേഷനും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും സിംറ്റംസ് കാണിക്കുന്നത്. നമ്മൾ മേലെ പറഞ്ഞ കാരണങ്ങൾ മാത്രമല്ലാതെ എന്തൊക്കെയാണ് ഈ IBS കാരണങ്ങൾ അല്ലെങ്കിൽ കോസസ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു നമ്മുടെ ബ്രെയിനാണ് നമ്മളുടെ ശരീരത്തിലെ എല്ലാ സിസ്റ്റംസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നതാണ് ഗട്ട് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മളുടെ സ്റ്റൊമക്ക്. അപ്പം ഈ എല്ലാ സിസ്റ്റത്തിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിനും ഈ ഗട്ടിനും തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ട്. ആ ഒരു ആക്സസിന് ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ അതിനൊരു കോർഡിനേഷന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ IBS പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരത്തിൽ കുറേ ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസ് ആണ് നമ്മുടെ ശരീരത്തിലെ ഫുൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും, എസ്പെഷ്യലി സ്ത്രീകളിൽ തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് പീരീഡ്സ് ടൈമിലും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഈ IBS സിംറ്റംസ് അഗ്രവേറ്റ് ചെയ്യുക കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഒരു റീസൺ ആണ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട് ഇൻഫെക്ഷൻസ്. നമ്മൾ തലേന്ന് കഴിച്ച ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്ത് പോയി ആഹാരം കഴിച്ചാൽ അത് ചിലപ്പോൾ നമുക്കൊരു ഫുഡ് പോയ്സൺ ഉണ്ടാവുകയോ ഇൻഫെക്ഷൻ ഉണ്ടാവുകയോ നമുക്ക് നേരത്തെ തന്നെ വയറിളക്കമോ മലബന്ധമോ ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ അത് തന്നെ നെക്സ്റ്റ് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ IBS പോലുള്ള അസുഖത്തിന് ട്രിഗറിങ് ഫാക്ടറായിട്ട് അത് നമുക്കൊരു കാരണമാകാം. ഇതിനെല്ലാം ഉപരി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സ്ട്രെസ്. അതായത് സൈക്കോളജിക്കൽ സ്ട്രെസ്, അതായത് ഇനി ഡിപ്രഷനോ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്കറിയാം, നമ്മളെപ്പോഴും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമുക്ക് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ജോലിയുണ്ട്, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് വൈവയ്ക്ക് കയറുന്നതിന് മുന്നേ അങ്ങനെയുള്ള കേസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വയറിളക്കം ഉണ്ടാവും. പരീക്ഷയുടെ തലേന്ന് പേടിച്ചിട്ട് പരീക്ഷ പേടി കാരണം വയറിളകി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ചിലപ്പോൾ നോർമലി തള്ളിക്കളയും. പക്ഷേ ഇതൊരു IBS റീസണും കൂടി ആവാം എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ക്ലിനിക്കിൽ വരുന്ന ഓൾമോസ്റ്റ് ഓൾ കേസസിലും സ്ട്രെസ് ഒരു ഫാക്ടറാണ്. അതായത് ഇന്നത്തെ കാലത്ത് ആർക്കും ഇല്ല സ്ട്രെസ് ഇല്ലാത്ത, ഒന്നെങ്കിൽ ജോലി അല്ലെങ്കിൽ കുട്ടികൾക്ക് വരെ പരീക്ഷയുടെ സമയത്തുള്ള സ്ട്രെസ് അല്ലെങ്കിൽ പഠനത്തിൻ്റെ അനുബന്ധിച്ചിട്ടുള്ള സ്ട്രെസ്, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും അവരുടെ വീട് ഹാൻഡിൽ ചെയ്യാൻ കൊണ്ട് നടക്കുന്നതിന് അതിനൊരു സ്ട്രെസ് ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു അസുഖത്തിന്, IBS എന്ന് പറഞ്ഞ ഒരു അസുഖത്തിന് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു റീസൺ ആണ് ചേഞ്ചസ് ഇൻ ഗട്ട് മൈക്രോബയോം അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ. നമ്മളുടെ ആമാശയത്തിലും കുടലിലും ഒക്കെ നല്ല ബാക്ടീരിയാസ് ഉണ്ട്, അതായത് ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ട്. അങ്ങനെയുള്ള ബാക്ടീരിയാസിൻ്റെ നാശം സംഭവിക്കുക, അതായത് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടിട്ടോ ആ ഒരു ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറയ്ക്ക് എന്തെങ്കിലും വ്യതിയാനം സംഭവിച്ചാൽ തന്നെ ജനറ്റിക്കലിയോ അല്ലെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റിയുടെ ഒരു തകരാറ് കൊണ്ടോ ഇങ്ങനെ ഒരു അസുഖം നമുക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ മറ്റൊരു റീസൺ ആണ് ഫുഡ് ഇൻടോളറൻസ്. ഫുഡ് ഇൻടോളറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് അലർജി ആണോ എന്ന് തെറ്റിദ്ധരിക്കാം. പക്ഷേ അല്ല. ഫുഡ് അലർജി എന്ന് പറയുമ്പോൾ അറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് പെട്ടെന്ന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സീ ഫുഡ്, കൊഞ്ച്, ഞണ്ട് അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തടുപ്പ് പോലെ പൊന്തുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റെഡിഷ് ഡിസ്കളറേഷൻ മുഖത്ത് വരെ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കേസാണ്. പക്ഷേ അതല്ല ഫുഡ് ഇൻടോളറൻസ്. ഫുഡ് ഇൻടോളറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ആഹാരം നമ്മൾ കഴിച്ചു, അലർജി ഒന്നും കാണത്തില്ല, നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മളുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയത്തിനോ കുടലിനൊന്നും അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളിൽ കാണത്തില്ല. അങ്ങനെയുള്ള ഫുഡ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആക്ച്വലി തിരിച്ചറിയണം അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അതായത് ഇപ്പം ചിലർക്ക് പാലായിരിക്കാം അലർജി, പാല് ചിലർക്ക് ഡൈജസ്റ്റ് ആവത്തില്ല, അതാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചിലർക്ക് ഗ്ലൂട്ടൻ ആയിരിക്കാം ഇൻടോളറൻസ്, അതായത് ഗോതമ്പിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു പ്രോട്ടീനാണ്. ഗോതമ്പ് ചിലർക്ക് ഇൻഡൈജഷൻ ഉണ്ടാക്കുന്നതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കേസസ് എന്തൊക്കെയാണ്? ചിലർക്ക് സിട്രസ് ഫ്രൂട്ട്സ് ആയിരിക്കാം, അതായത് ലെമൺ, ഓറഞ്ച് പോലെയുള്ള വൈറ്റമിൻ സിയോട് ചിലർക്ക് ഒരു ഇൻടോളറൻസ് ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ ശരീരത്തിന് ഇൻടോളറൻ്റ് ആയിട്ടുള്ളത്, നമ്മുടെ ശരീരത്തിന് എടുക്കാൻ ഡൈജഷന് ബുദ്ധിമുട്ടാവുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചപ്പാത്തി കഴിക്കുകയാണ്, ചപ്പാത്തി കഴിച്ച ദിവസമാണ് നമുക്ക് ചിലപ്പോൾ ഒരു ലൂസ് മോഷനോ അല്ലെങ്കിൽ ഒരു മലബന്ധം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, വയറുവേദന എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മനസ്സിലാവും, അപ്പോൾ ചപ്പാത്തി എനിക്ക് പറ്റില്ല. ഇപ്പോൾ പാല് കുടിച്ചു കഴിഞ്ഞ ഉടനെ വയറിളക്കുമ്പോൾ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവണം പാലാണ് നമുക്ക് പറ്റാത്തത്. അപ്പം അങ്ങനെയുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാലക്രമേണ നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ IBS തന്നെ വഴിതിരിക്കും.
ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരു 30+ ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ബ്ലഡ് പ്രഷർ, അതുപോലെ ഡയബറ്റിസ്, കൊളസ്ട്രോൾ, അങ്ങനെ പലതരം അസുഖങ്ങളുണ്ട്. അതിന് കഴിക്കുന്ന മെഡിസിൻസ്, അതുപോലെ തന്നെ എക്സ്ട്രാ ആൻറ്റിബയോട്ടിക്സും എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള മെഡിസിൻസിൻ്റെ ഉപയോഗം, ഓവർ യൂസേജ് കാരണം തന്നെ നമ്മളുടെ ഗട്ടിലുള്ള ബാക്ടീരിയയുടെ ഗ്രോത്തിനെ അത് തടയുകയും ഈ IBS പോലുള്ള അസുഖം ഉണ്ടാവാനുള്ള സാധ്യതയെ കൂട്ടുകയുമാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ IBSന്റെ ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ IBSനെ ഡയഗ്നോസ് ചെയ്യുക എന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു സ്ട്രക്ചറൽ ഡിസ്ഫങ്ഷൻ അല്ല, ഇതൊരു ഫങ്ഷണൽ ഡിസോർഡർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ IBS എന്ന് പറഞ്ഞ അസുഖം ആണോ എന്നറിയാൻ ബാക്കിയുള്ള അസുഖങ്ങൾ, അതായത് വൈറസ് സംബന്ധമായ ഇഷ്ടംപോലെ അസുഖങ്ങളുണ്ട്, ആ അസുഖങ്ങളൊന്നും അല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നതാണ്. അതായത് എക്സ്ക്ലൂഷൻ ആണ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് മെത്തേഡ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി പോലെയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഈ കൊളോണോസ്കോപ്പിയിലൊന്നും ഈ IBS ആണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ അതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ കൊളോണോസ്കോപ്പി വെച്ച് കണ്ടുപിടിക്കുന്ന, അതായത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, അല്ലെങ്കിൽ കോളൻ ക്യാൻസർ, എന്തെങ്കിലും മാലിഗ്നൻസീസ് ഉണ്ടോ, ഈ സിലിയാക് ഡിസീസ്, അതൊന്നും അല്ല എന്നൊക്കെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങളുടെ പ്രശ്നം IBS ആണ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ചിലപ്പം, ഇത് വലിയ കാര്യമാക്കാനുണ്ടോ, ഇടയ്ക്കൊന്ന് ബാത്റൂമിൽ പോയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നൊക്കെ. പക്ഷെ അല്ല. ഇപ്പം നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നിയാലും കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് അഗ്രവേറ്റ് ആയി ഈ സിംറ്റംസ് ഒക്കെ വളരെയധികം കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഡെയിലി റുട്ടീനെ തന്നെ ബാധിക്കും. അതായത് ഒരിടത്ത് യാത്ര പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, നിങ്ങളുടെ ചുറ്റുമുള്ള പലർക്കും ഈ അസുഖം ഉണ്ടാവും, പക്ഷെ അവർ തന്നെ അത് വളരെ ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യുന്നുണ്ടാവും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബസ്സിൽ യാത്ര ചെയ്യാൻ മടിക്കുന്നവർ, അതായത് ഞാൻ ട്രെയിനിൽ പൊക്കോളാം എന്ന് പറയുന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എങ്ങനെയാണ് നമുക്ക് ഈ IBS മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ആദ്യം തന്നെ ഇതിന്റെ സ്ട്രെസ് മാനേജ്മെന്റ് ആണ് ഫസ്റ്റ് പോയിന്റ്. അതായത് ഏറ്റവും കൂടുതൽ ക്ലിനിക്കിലേക്ക് വരുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നത് സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന IBS ആണ്. അതുകൊണ്ട് തന്നെ യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള പ്രാക്ടീസസ് ഒക്കെ ഇതിനെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എന്ന് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ ലേഡീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് സെറം പ്രൊലാക്റ്റിൻ, ടെസ്റ്റോസ്റ്റിറോൺ, LH, FSH പോലെ ഗൈനക് രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ ഹോർമോൺസും ഒക്കെ നോർമൽ ആണോ, അങ്ങനെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്കൊന്ന് റൂൾ ഔട്ട് ചെയ്യാവുന്നതാണ്. മൂന്നാമത്, നമ്മുടെ ഗട്ട് ബാക്ടീരിയനെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വെക്കുക. അതിനുവേണ്ടി നമുക്ക് പ്രോബയോട്ടിക്സ് കഴിക്കാം. ഇടയ്ക്കിടയ്ക്ക് യോഗട്ടോ അല്ലെങ്കിൽ വളരെ പുളിപ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള തൈരൊക്കെ നമുക്ക് ഇടയ്ക്ക് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിലുള്ള വാട്ടർ ഇൻടേക്കും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ, ഈ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നത് കൊണ്ട് തന്നെയാണ് അത് ഇത്രയും സ്റ്റൂൾ അങ്ങനെ തന്നെ ഹാർഡായിട്ട് കാണുന്നത്, അല്ലേ? അപ്പോൾ അവർക്ക് കൂടുതൽ വാട്ടർ ഇൻടേക്ക് കൂടുതൽ. ഇപ്പോൾ ഡയറി ആണ് പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ടർ ഇൻടേക്ക് കുറയ്ക്കണം. അപ്പോൾ ഈ ഒരു വാട്ടർ ഇൻടേക്കിൻ്റെ ഒരു ബാലൻസും കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സസൈസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ മെൻ്റൽ ഹെൽത്തും എക്സസൈസിൻ്റെയും ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹോർമോൺസ് ബാലൻസ് ആയിട്ട് നിൽക്കാനും നമ്മളുടെ ശരീരത്തിന് കറക്റ്റായിട്ട് നമ്മളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകാനും ഒക്കെ എക്സസൈസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഫൈബർ അടങ്ങിയ ആഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് ചീര, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, സാലഡ്സ് കഴിക്കാം, പിണ്ടി, അതുപോലെ കൂമ്പ്, അങ്ങനെയുള്ള നാരടങ്ങിയ ആഹാരങ്ങളും വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് കഴിച്ചാൽ തന്നെ നമുക്കൊരു സ്റ്റൂളിനൊരു ബൾക്ക് വരികയും ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. IBS ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് കണ്ടു തുടങ്ങി, അതായത് ഒരു സിവിയർ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയെങ്കിൽ അതൊരു രോഗമായിട്ട് കണ്ട് മെഡിസിൻസ് തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു. അതായത് ആയുർവേദത്തിൽ നല്ല രീതിയിലുള്ള മെഡിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഗട്ട് ബാക്ടീരിയനെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഡയറ്റ് മോഡിഫിക്കേഷൻസ് നമുക്ക് ഇതിനോടൊപ്പം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ IBSനെ റിവേഴ്സിബിൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ചെറിയ രീതിയിലുള്ള സിംറ്റംസെ കാണിച്ചു തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് ആഹാര രീതിയും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് IBS വരാതെ പ്രിവെൻറ്റ് ചെയ്യാനും വന്നിട്ടുള്ളവർക്ക് നല്ല രീതിയിൽ മെഡിസിൻസ് എടുത്തിട്ടായാലും ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. IBS എന്ന അസുഖത്തെ പറ്റി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്തൊരു അറിവുമായിട്ട് വരുന്നത് വരെ ബൈ.